നിങ്ങൾ പുതിയ സ്കിൻ കെയർ ട്രെൻഡുകളെക്കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടോ? മുഖം തിളങ്ങാൻ പുതിയ വഴികൾ തേടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു നിമിഷം. ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമാകുന്ന ഞെട്ടിക്കുന്ന ഒരു ബ്യൂട്ടി ട്രെൻഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മെൻസ്ട്രൽ ഫേഷ്യൽ. പേര് കേട്ട് ഞെട്ടിയോ? സ്വന്തം ആർത്തവരക്തം മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ചർമ്മത്തിന് തിളക്കം നേടാമെന്ന് അവകാശപ്പെടുന്ന ഒരു വിചിത്രമായ രീതി ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ആശയം വന്നത്? ഇത് സുരക്ഷിതമാണോ? ശാസ്ത്രീയപരമായ എന്തെങ്കിലും പിൻബലമുണ്ടോ ഇതിന്? നമുക്ക് നോക്കാം. ഈ ട്രെൻഡിനെ പിന്തുണയ്ക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്ന ചില വാദങ്ങളുണ്ട്. ആർത്തവരക്തത്തിൽ സ്റ്റെം സെല്ലുകൾ, സെറ്റോകീനുകൾ, പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് ചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കാനും തിളക്കം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നുമാണ് അവർ പറയുന്നത്. ഇത് ചർമ്മത്തെ റിപ്പയർ ചെയ്യാനും കൊളാജിൻ ഉൽപ്പാദനം കൂട്ടാനും സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. ചില പഠനങ്ങളിൽ മുറിവുകളിൽ പീരിയഡ് പ്ലാസ്മ ഉപയോഗിക്കുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ മുറിവുകൾ ഭേദമായതായും സാധാരണ പ്ലാസ്മയേക്കാൾ ഫലപ്രദമാണിതെന്നും ഇക്കൂട്ടർ പറയുന്നു. മെൻസ്ട്രൽ ഫേഷ്യൽ പിന്തുടരുന്നവർ ഇതിനെ വാമ്പയർ ഫേഷ്യൽ എന്നറിയപ്പെടുന്ന PRP ചികിത്സയുമാണ് താരതമ്യം ചെയ്യുന്നത്. എന്താണ് PRP ഫേഷ്യൽ? നിങ്ങളുടെ സ്വന്തം രക്തമെടുത്ത് അതിലെ പ്ലേറ്റ്ലെറ്റുകൾ വേർതിരിച്ച് അവയെ മുഖത്തേക്ക് കുത്തിവെക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണിത്. ഇത് ചർമ്മം പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കും. പക്ഷേ അത് അണുവിമുക്തമായ സാഹചര്യങ്ങളിൽ പരിശീലനം ലഭിച്ച ഡോക്ടർമാർ ചെയ്യുന്ന ഒന്നാണ്. എന്നാൽ ആർത്തവരക്തം അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ആർത്തവരക്തത്തിൽ പലതരം ബാക്ടീരിയകളും ഫംഗസുകളും അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിൽ കാണുന്ന ചെറിയ മുറിവുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ രോഗാണുക്കൾ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ ഗുരുതരമായ അണുബാധകൾക്ക് കാരണമാകും. ഏറ്റവും ഭയാനകരമായ കാര്യം, ലൈംഗികമായി പകരുന്ന രോഗാണുക്കളും ആർത്തവരക്തത്തിൽ ഉണ്ടാവാമെന്നതാണ്. ഈ ഫേഷ്യൽ രീതിക്ക് ശാസ്ത്രീയമായ പഠനങ്ങളോ അംഗീകൃത ക്ലിനിക്കൽ പ്രോട്ടോക്കോളുകളോ ഒന്നും തന്നെയില്ല. സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണ് ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നിൽ. പെട്ടെന്നുള്ള റിസൾട്ട്, പ്രകൃതിദത്തമായ പരിഹാരം എന്നീ ആകർഷകരമായ വാദങ്ങളിൽ വീണാണ് യുവാക്കൾ അനാരോഗ്യകരമായ ഇത്തരം ട്രെൻഡുകൾക്ക് പിന്നാലെ കൂടുന്നത്. നമ്മുടെ ചർമ്മം വളരെ സെൻസിറ്റീവാണ്. അത് പരീക്ഷണങ്ങൾ നടത്താനുള്ള ഒരിടമല്ല. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഉപദേശം തേടുന്നതാണ് എപ്പോഴും നല്ലത്. ചർമ്മത്തിന് തിളക്കം നൽകാൻ ആരോഗ്യകരവും ശാസ്ത്രീയവുമായ നിരവധി വഴികൾ വേറെയുണ്ട്.